ഗുഡ് മോർണിംഗ്. ഞാൻ ലക്ഷ്മി. ഇത് കണ്ടോ, ഇത് എനിക്ക് സനീഷേട്ടൻ്റെ ചാനലിൽ ഫസ്റ്റ് പിൻ കിട്ടിയതിന് സൗപർണിക ചേച്ചി വാങ്ങി തന്നതാ. ഇത് ജാനകി ചേച്ചി വാങ്ങി തന്നതാ. പിന്നെ ഇത് കനിഷ്ക ചേച്ചി വാങ്ങി തന്നതാ. ഇത് കൃഷ്ണ ചേച്ചി വാങ്ങി തന്നതാ. പിന്നെ ഇത് ചേട്ടൻ്റെ ചാനലിൽ ഫസ്റ്റ് കിട്ടിയതിന് സ്വപ്ന ചേച്ചി വാങ്ങി തന്നതാ. ഇതും സ്വപ്ന ചേച്ചി വാങ്ങി തന്നതാ. ഗോസിപ്പ് ചേട്ടൻ്റെ ചാനലിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ. പിന്നെ ഇത് സനീഷേട്ട വാങ്ങി തന്നതാ. പിന്നെ ഇത് ഗായത്രി ചേച്ചി. ഒരു ദിവസം ഞാൻ ഗോസിപ്പ് ചേട്ടൻ്റെ ചാനലിൽ വീഡിയോ കാണിയിരുന്നു. അന്ന് എൻ്റെ എക്സാം കഴിഞ്ഞ റിസൾട്ടിന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഗായത്രി ചേച്ചി ഉണ്ട് മുംബൈയിലാണ്. ചേച്ചി ചോദിച്ചു, ജാനകി ചേച്ചിയോട് ചോദിച്ചു, ജാനകി ലക്ഷ്മിയുടെ റിസൾട്ട് ഇന്നല്ലേ വരിക, എന്തായിന്ന്. അപ്പോഴാണ് ഗോസിപ്പ് ചേട്ടൻ്റെ ചാനലിൽ ഞാൻ ഫസ്റ്റീന്ന് പറഞ്ഞു. അപ്പോൾ ഗായത്രി ചേച്ചി വിചാരിച്ച് റിസൾട്ട് വന്ന് എക്സാമിൽ ഞാൻ ഫസ്റ്റ് വാങ്ങിയെന്ന്. ഗായത്രി ചേച്ചി ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം സ്വാഹ ചേച്ചി ജ്വാലയും കൂടിയിട്ട് ഈ ഗിഫ്റ്റ് ആയിട്ട് വന്നു. എന്നിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പം പറഞ്ഞു, എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെയല്ലേ വന്നേ, ഫസ്റ്റ് വാങ്ങിയില്ലേ. അപ്പോൾ ഗായത്രി ചേച്ചി വിളിച്ച് പറഞ്ഞത്രേ ഈ ഗിഫ്റ്റ് ലക്ഷ്മിക്ക് കൊണ്ടുകൊടുക്കാൻ. ഈ ഗിഫ്റ്റ് വാങ്ങി ലക്ഷ്മിക്ക് കൊണ്ടുകൊടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, എക്സാമിനല്ല ഫസ്റ്റ്, ഗോസിപ്പ് ചേട്ടൻ്റെ ചാനലിലെ വീഡിയോയിലാണ് ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഗോസിപ്പ് ചേട്ടൻ എനിക്ക് ഫസ്റ്റ് പിൻ തന്നില്ല. ഞാനാ ഫസ്റ്റ് കമൻ്റ് ഇട്ടത്, എന്നിട്ട് എനിക്ക് ഫസ്റ്റ് പിൻ തന്നില്ല. നന്നായി പോയി, വേണമെങ്കിൽ തന്നാൽ മതി അല്ലേ. പിന്നെന്താ, പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഓരോ കോമ്പറ്റീഷനും പങ്കെടുത്തിട്ട്. പിന്നെ ഇത് ഞാൻ 8ാം ക്ലാസ് വരെ മുംബൈ അവിടെ പഠിച്ചിരുന്ന IASയിൽ. പിന്നെ 9ലെത്തിയപ്പോൾ ഞാനവിടെ തൃശ്ശൂർ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡീപ്പോൾ EMHS ഉണ്ട്, അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ അവിടെ എൻ്റെ പേര് ലക്ഷ്മി, സിന്ധു ലക്ഷ്മി KS എന്നല്ല കേട്ടോ. അവിടെ എൻ്റെ പേര് ലക്ഷ്മി K അയ്യർ എന്നാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് സെൻറ്റ് തെരേസസ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അവിടേക്ക് ചിത്രം വര മത്സരത്തിന് പോയി. എന്നിട്ട് അവിടെയുള്ള സിസ്റ്റർമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡീപ്പോളിലത്തെ ഫാദർ ഒരു ദിവസം സെൻറ്റ് തെരേസസിലേക്ക് എന്തിനോ പോയപ്പോൾ അവിടുത്തെ സിസ്റ്റർ ലക്ഷ്മി മോളില്ലേ, അവിടെ ലക്ഷ്മിക്ക് ഇത് കൊടുത്തു, ഞങ്ങളുടെ വക സമ്മാനമാണെന്നും പറഞ്ഞ് തന്നതാ. ഇത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു.
അതായത് എനിക്കൊരു ചേച്ചിയുണ്ട്, ജീന. വൈജെ പറഞ്ഞു, വൈജയ്ക്ക് ചേച്ചിയില്ല, എനിക്കൊരു ചേച്ചിയെ തരാമോ എന്ന്. അപ്പം ഞാൻ ജീന ചേച്ചിയെ വൈജയ്ക്ക് കൊടുത്തു. അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. അത് വൈജയുടെ ചേച്ചി തന്നെയാണ്, എൻ്റെയും ചേച്ചിയാണ്. അപ്പോൾ എൻ്റെ കീർത്തന ചേച്ചിയുണ്ട്, സിന്ധു കീർത്തന. കീർത്തന ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട് കൊല്ലത്താണ്. അപ്പം എന്നോട് പറഞ്ഞു ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോകാം, അപ്പോൾ വൈജയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. വൈജയുടെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ ഈ സമ്മാനം ജീന ചേച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി എന്നെ കൊണ്ടുപോയില്ല, എന്നെ കൊണ്ടുപോകും ഇല്ല. നന്നായി പോയി, വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. എനിക്ക് ഞാനിപ്പോൾ എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. എന്നെ കൊണ്ടുപോകണ്ടോ, നന്നായി പോയി. ഇനി വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ അങ്ങനെയാ. അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോവാ. നിങ്ങളും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ. പിന്നെന്താ, കാര്യമൊക്കെ ചേച്ചി, എനിക്ക് കുറച്ച് വെള്ളം വേണം. തൊണ്ടയൊക്കെ എന്തോ വരളുന്ന പോലെ, അടയുന്ന പോലെ. അയ്യോ, ഇത് ഓഫാക്കണല്ലേ. അയ്യോ, ഞാൻ പറയുന്നത് ഇവർ കേട്ടിട്ടുണ്ടാകുമോ? അല്ല, ഇവർ കേൾക്കുമോ? അത് ഓഫാക്കിട്ട്, അയ്യോ ഞാനത് മറന്നു. അപ്പോൾ എല്ലാവർക്കും അപ്പം ശരി കേട്ടോ, ഞാൻ പോവാണേ.